അഞ്ജു ജയപ്രകാശിലേക്ക് നമ്മൾ പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അഞ്ജു ജയപ്രകാശ് നൽകും. അഞ്ജു ജയപ്രകാശ്, എന്താണ് നമുക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട വാർത്ത അഞ്ജു? അരുൺ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ 2022-23 കലോത്സവത്തിന്റെ ആ ഒരു ആരവത്തിലേക്കാണ്. പക്ഷേ എനിക്ക് പുറകിൽ ആളുകളൊക്കെ ഇപ്പോൾ ചുമ്മാതെ ഇരിക്കുന്നത് കാണാം. മറ്റൊന്നുമല്ല, കലോത്സവം താൽക്കാലികമായി ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കലോത്സവത്തിൽ കോഴ ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ കലോത്സവം താൽക്കാലികമായി ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇന്നലെ രാത്രി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടായിരുന്നു. മാർ ഇവാനിയസ് കോളേജിന്റെ മാർഗം കളി സമയത്താണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉടലെടുത്തത് എന്നതാണ് നമുക്ക് ഇവിടെ ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് സംഘാടക സമിതിയിൽ നിന്ന് അടക്കം വിവരങ്ങൾ ലഭ്യമാകുന്നത്. അതായത് ഈ മാർഗം കളിയുമായി ബന്ധപ്പെട്ട് ജഡ്ജസ് കോഴ വാങ്ങി എന്ന ആരോപണം അത് മൊബൈൽ ഫോണിൽ ഉൾപ്പെടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്റെ അടക്കം തെളിവുകളോടെ ഇവിടുത്തെ സംഘാടക സമിതി പിടിച്ചതോടുകൂടിയാണ് കലോത്സവം താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പോലീസ് ഉൾപ്പെടെ വന്നതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 3 ദിവസമായിട്ട് ഉണ്ടായിട്ടുള്ള കലോത്സവമാണ് താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്കുള്ളത്. വിദ്യാർത്ഥികളൊക്കെ ഇതിന് ചുറ്റും ഇരിക്കുന്നതായിട്ട് കാണാം. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ഉൾപ്പെടെ പേരുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായിരുന്നു. അതിൽ ഇൻതിഫാദ എന്ന പേരിൽ പേരിട്ടിരിക്കുന്നത് ഗവർണർ അടക്കം വലിയ വിമർശനത്തിന് വിധേയമാക്കിയിരുന്നു. BC ആ പേര് മാറ്റണം എന്ന് നിർദ്ദേശിച്ചിരുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ കലോത്സവം നിർത്തിവെച്ചിരിക്കുന്നത് പേരുമാറ്റവുമായി ബന്ധപ്പെട്ടല്ലോ അല്ലേ? അല്ല, പേരുമാറ്റലുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. അതായത് ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ഒരു മാർഗം കളി, ആ മാർഗം കളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കോഴ ആരോപണം കോഴ വാങ്ങിച്ചത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ ജഡ്ജസ് ഈ മാർ ഇവാനിയസ് കോളേജിന്റെ മാർഗം കളിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് അടക്കം എടുത്തതിനെ ചൊല്ലിയാണ് പിന്നീട് അത് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു കോഴ വാങ്ങൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംഘാടക സമിതി അതുമായി വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിവരങ്ങൾ ലഭ്യമായതിനെ തുടർന്ന് പോലീസിനെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ താൽക്കാലികമായിട്ട് ഈ കലോത്സവ വേദികൾ ഇങ്ങനെ നിർത്തിവെച്ചിരിക്കുകയാണ്. കലോത്സവങ്ങൾ തുടരുന്നില്ല ഇവിടെ. ഇപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇത്തരത്തിലുള്ള കലാപരിപാടികൾ അരങ്ങേറില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സംഘാടക സമിതി ഓഫീസിൽ ഉൾപ്പെടെ ആളുകളൊക്കെ ഇപ്പോൾ നിലവിൽ ആ ചർച്ചയുടെ ഭാഗമായി പോയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവിടെ സംഭവം നടക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി വലിയ തരത്തിൽ ചെറിയൊരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ജഡ്ജസ് അനുകൂലമായിട്ട് മാർക്കിടുന്നു എന്ന തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെങ്കിലും അത് പറഞ്ഞു തീർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. പക്ഷേ രാത്രി ആയതോടുകൂടി ഇന്നലെ അത് കൃത്യമായിട്ട് വ്യക്തമായതോടുകൂടി തന്നെ സംഘാടക സമിതി ജഡ്ജസിൽ നിന്ന് അത്തരത്തിൽ കോഴ ആരോപണം തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും അത് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അത് അധികൃതരെ അറിയിച്ചിട്ടുമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 3 ദിവസമായിട്ടേ ഉള്ളൂ ഈ കലോത്സവം പിന്നിട്ടിട്ട്. ഈ 3-ാം ദിവസം എത്തുമ്പോഴേക്കാണ് വലിയ തരത്തിൽ ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു കോഴ ആരോപണം ഉയരുന്നത്. അത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. അതായത് കലോത്സവത്തിൽ നമുക്കറിയാം എല്ലാവരും തങ്ങളുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്ന സ്ഥലത്താണ് കോഴ വാങ്ങി ഇത്തരത്തിൽ ചിലർക്ക് അനുകൂലമായിട്ട് വിധി എഴുതുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനെ കൃത്യമായിട്ട് സംഘാടക സമിതി ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സംഘാടക സമിതിയിലെ ആളുകളൊന്നും ഈ പരിസരത്ത് കാണുന്നില്ല. നിലവിൽ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ. അഞ്ജു ജയപ്രകാശാണ് നമുക്കൊപ്പം ചേർന്നത്. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കോഴ ആരോപണം സംഘാടക സമിതി താൽക്കാലികമായിട്ട് കലോത്സവം നിർത്തിവെച്ചിരിക്കുന്നുവെന്നാണ് അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.